നമസ്കാരം. എം.എൽ.എയുടെ കാറിന് കടന്നുപോകാൻ സൗകര്യമൊരുക്കിയില്ലെന്ന് ആരോപിച്ച് ഗർഭിണിയടക്കമുള്ള കുടുംബത്തിന് നേർക്ക് ആക്രമണം നടത്തിയതായി പരാതി. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സംഭവം. ജി സ്റ്റീഫൻ എം.എൽ.എക്കും ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കുമെതിരെയാണ് കുടുംബത്തിന്റെ പരാതി. ഗർഭിണിയായ യുവതിയടക്കമുള്ള കുടുംബത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇവരുടെ കാർ അടിച്ചു തകർത്തുവെന്നും യുവതിയുടെ മാല പൊട്ടിച്ചെന്നും പോലീസിന് നൽകിയ പരാതിയിൽ കുടുംബം ആരോപിക്കുന്നു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ബിനീഷ്, ഭാര്യ നീതു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. നീതു 8 മാസം ഗർഭിണിയാണ്. കാട്ടാക്കടയിൽ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് തിരികെ ഇറങ്ങിയ കുടുംബത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ബിനീഷിന്റെ കൈക്കും മൂക്കിനും നെഞ്ചിനും പരിക്കുണ്ട്. അതേസമയം ജി സ്റ്റീഫൻ എം.എൽ.എ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. തന്റെ കാർ കടന്നു പോകുന്നതിന് വഴിയൊരുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. സംഭവ സമയത്ത് താൻ കല്യാണ ഓഡിറ്റോറിയത്തിലായിരുന്നുവെന്നും ആരാണ് കുടുംബത്തെ ആക്രമിച്ചതെന്ന് അറിയില്ലെന്നുമാണ് എം.എൽ.എയുടെ പ്രതികരണം. സംഭവത്തെക്കുറിച്ച് നീതു പറയുന്നത് ഇങ്ങനെയാണ്: ആക്രമണത്തിന്റെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. താൻ കാറിൽ ഇരിക്കുമ്പോഴാണ് അക്രമികൾ ചില്ലടിച്ച് തകർക്കുന്നത്. ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ താൻ എതിർത്തു. അപ്പോഴാണ് തനിക്ക് നേരെയും തിരിഞ്ഞത്. തന്റെ മാല പൊട്ടിച്ചെടുത്തു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മർദ്ദനമേറ്റതിന്റെ മെഡിക്കൽ രേഖകൾ സഹിതം വരാൻ പറഞ്ഞു. ഈ രേഖകൾ കൊണ്ടുവന്ന ശേഷമാണ് പരാതി സ്വീകരിച്ചതെന്നും നീതു ആരോപിച്ചു. എം.എൽ.എയുടെ കാറിന് വേണ്ടി വഴിയൊരുക്കണമെന്നാണ് അക്രമികൾ പറഞ്ഞതെന്ന് ബിനീഷും പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ കാട്ടാക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്.